പ്രിയങ്കുകലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേതം തം ബുധം പ്രണമാമ്യഹം. സൗമ്യങ്ങളായ ഗുണത്തോടു കൂടിയവനുമായ ആ ബുധനെ ഞാൻ നമസ്കരിക്കുന്നു. ജ്യോതിഷത്തിൽ ബുധന് വളരെയധികം പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. മറ്റേത് ഭാവങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോഴും ബുധൻ ഏറ്റവും മോശപ്പെട്ട ഭാവങ്ങളിൽ നിന്നാലും നല്ല ഫലത്തെയാണ് പ്രദാനം ചെയ്തിരിക്കുന്നത്. 8ാം ഭാവത്തിൽ അങ്ങേറ്റം ദോഷമായ അഷ്ടമം, മരണത്തെ ചിന്തിക്കുന്ന, ക്ലേശങ്ങളെപ്പറ്റി ചിന്തിക്കേണ്ടുന്ന 8ാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങളും പാപഗ്രഹങ്ങളും എല്ലാം തന്നെ നിന്നാൽ വളരെ മോശം ഫലമാണ് പറഞ്ഞത്. പക്ഷെ ബുധൻ നിന്നാൽ മാത്രമേ വിശുദ്ധ ഗുണാഹ, നല്ല ഗുണങ്ങളാൽ ആദരിക്കപ്പെടുകയുള്ളൂ എന്ന് ഫലം പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഓരോ ഭാവങ്ങളിലും 3ാം ഭാവത്തിലായാലും 6ാം ഭാവത്തിലായാലും 12ാം ഭാവത്തിലായാലും ചമത്കാര ചിന്താമണി പോലുള്ള വിശിഷ്ട ഗ്രന്ഥങ്ങളിൽ ബുധൻ്റെ ഭാവസ്ഥിതിയിൽ ദോഷം പറഞ്ഞിട്ടില്ല. ഇവിടെ നാം ബുധൻ്റെ ചാരവശാലുള്ള ഒരു മാറ്റം ആണ് ചർച്ച ചെയ്യുന്നത്. കേവലം 20 ദിവസം മാത്രമാണ് ബുധൻ ചാരവശാൽ മാറുന്നത്. ബുധൻ ധനുരാശിയിലേക്ക് ഇതാ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. 2025 ഡിസംബർ മാസം 29-ാം തീയതി മുതൽ 2026 ജനുവരി മാസം 17-ാം തീയതി വരെ, അതായത് 1201 ധനുമാസം 14-ാം തീയതി മുതൽ മകരമാസം 3-ാം തീയതി വരെയുള്ള കേവലം 20 ദിനങ്ങൾ മാത്രമാണ് ബുധൻ ധനുവിൽ നിൽക്കുന്നത്. ശത്രുക്ഷേത്രത്തിലാണ് ബുധൻ നിൽക്കുന്നത്. എങ്കിലും ആ ബുധൻ ഓരോ ഭാവാലും, ഇപ്പോൾ ഉദാഹരണമായി ബുധൻ സൂര്യനും ശുക്രനുമൊത്താണ് നിൽക്കുന്നത്. അവിടെ ചൊവ്വയുമുണ്ട്. ചതുർഗ്രഹ യോഗ ഫലമാണ് അവിടെ സംഭവിക്കുന്നത്. അതിനാൽ പലപ്പോഴും ആ ബുധൻ എത്രത്തോളം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നെന്ന വിഷയം നമുക്ക് ചിന്തിക്കണം. പാണ്ഡിത്യം, സുവചനം, കലാസു നിപുണതാം, ഇങ്ങനെ തുടങ്ങി ധാരാളം കഴിവുകൾ ബുധന് പറഞ്ഞിട്ടുണ്ട്. അറിവിൻ്റെ നിറകുടമാണ് ബുധൻ. സുവചനം, നല്ല വാക്ക് സംസാരിക്കുന്ന ആളാണ്. കലകളിൽ നൈപുണ്യം ബുധനുമായി പറയപ്പെട്ടിട്ടുണ്ട്. ബുധൻ്റെ കാരകധർമ്മം പറഞ്ഞിരിക്കുന്നത് വചനം, ജ്ഞാനം, ഇന്തോസ്തനൂജഹ, ഇന്തോഹോ തനൂജഹ, ചന്ദ്രപുത്രൻ. വചനം വാക്കും ജ്ഞാനം അറിവുമാണ്. ബുധന് മരുമക്കളുടെയും അമ്മാമ്മൻ്റെയും ഒക്കെ കാരകധർമ്മങ്ങളുമുണ്ട്. അതിനാൽ മേടം മുതൽ 12 രാശിക്കാരുടെയും ഈ ചാരവശാൽ 20 ദിവസം മാത്രമുള്ള ബുധൻ്റെ ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത്. ബുധ ഫലതസ്തു സർവദാ, ഏത് സമയവും ഫലം ചെയ്യുന്നു ബുധൻ. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പലപ്പോഴും ഒരു ദിവസം എടുക്കുന്ന ലോട്ടറിയിലും ബുധൻ ബലവാനാണെങ്കിൽ ഭാഗ്യം സിദ്ധിക്കുന്നത്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ മേടൻ രാശിക്കാരെ സംബന്ധിച്ചോളം ഇത്രയും ദിവസം ബുധൻ വളരെ ദുർബലമായിട്ടാണെങ്കിലും അഷ്ടമഭാവത്തിലായിരുന്നു. പലപ്പോഴും സഹോദരങ്ങളുടെ, സഹായികളുടെ വിരോധമൊക്കെ വാങ്ങി രേഖാപരമായ വിഷയങ്ങളിൽ വളരെയധികം പ്രയാസങ്ങളുണ്ടാക്കി, തൻ്റെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. ഇങ്ങനെയൊക്കെ സംഭവിച്ച ആ ബുധൻ 9ാം ഭാവത്തിലേക്ക് വരികയാണ്, ഭാഗ്യസ്ഥാനത്ത് വരികയാണ്. ഇത്രയും ദിവസം ബുധൻ തൻ്റെ അതിശത്രുവിൻ്റെ ക്ഷേത്രത്തിലായിരുന്നു, ചൊവ്വാക്ഷേത്രത്തിലായിരുന്നു. ഇപ്പോൾ ബുധൻ നിൽക്കുന്നത്, ബുധന് വ്യാഴത്തിനോട് ശത്രുതയില്ല, വ്യാഴത്തിന് ബുധനോട് ശത്രുതയാണ്. പക്ഷെ ബുധന് സമത്വമാണ്. ഇവിടെ ഈ ബുധൻ നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. മേടൻ രാശിക്കാർക്ക് 9ാം ഭാവത്തിൽ നിൽക്കുന്നു. സഹായികളെ കൊണ്ട്, സഹോദരങ്ങളെ കൊണ്ട് വളരെയധികം ഗുണങ്ങളുണ്ടാകും. അതിന് പുറമെ പലപ്പോഴും യാത്രയിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ വരും. തനിക്ക് തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള മഹാ സൗഭാഗ്യം പ്രദാനം ചെയ്യപ്പെടുമെന്നും കൂടി അറിയുക. ധർമ്മേ സുത അർത്ഥ സുഖഭാഗ്, സുതം ശാസ്ത്രജ്ഞാനം, ധനം, ധർമ്മം, മതപരമായ വിഷയങ്ങളിലൊക്കെ തന്നെ ഏർപ്പെടും എന്ന് ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നു. ഇവിടെ ചമത്കാരി ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്ന ഫലം നിങ്ങൾ ശ്രദ്ധിക്കുക. ബുധേ ധർമ്മകേ ധർമ്മശീല അതിധീമാൻ, അങ്ങേറ്റം ബുദ്ധി പ്രകടിപ്പിക്കും ബുധൻ, ധാർമ്മികത പ്രകടിപ്പിക്കും. ഭവേ ദീക്ഷിത സ്വർദുനി സ്നാതക, ഈ വ്യക്തി സ്വർഗംഗയിൽ പോയി മുങ്ങിക്കുളിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. കുലോദ്യോതകർ ഭാനുവത് ഭൂമിപാലാൻ, ആദിത്യനെ പോലെ, സൂര്യനെ പോലെ തൻ്റെ കുലത്തിനെ അദ്ദേഹം പ്രകാശിപ്പിക്കും. അതിനാൽ
ഇത്തരം ധർമ്മദൈവവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലൊക്കെ ഇദ്ദേഹം വ്യാപരിച്ച് ഇദ്ദേഹം വളരെയധികം ശ്രേയസ്കരമായ കാര്യങ്ങൾ അവിടെ ചെയ്യുമെന്നർത്ഥം. പ്രതാപാധികോ ബാധകോ ദുർമുഖാനാം, തൻ്റെ പ്രതാപത്തിൻ്റെ ആധിക്യം പ്രകടിപ്പിക്കും. ദുർമുഖാനാം ബാധക ഭവതി, ദുർമുഖന്മാർക്ക് ഇദ്ദേഹം എന്തു ചെയ്യും? ഒരു ബാധയായി വരും. പലപ്പോഴും മുഖം തിരിഞ്ഞിരിക്കുന്നവരെ തൻ്റെ നയത്തിലൂടെ, ബുധൻ ദൗത്യത്തിൻ്റെ ഗ്രഹമാണ്, തൻ്റെ ദൗത്യത്തിലൂടെ, നയത്തിലൂടെ, മധ്യസ്ഥതയിലൂടെ തൻ്റെ ദിശയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഈ ഒരു 20 ദിവസം ബുധൻ അത്ര സമയം മാത്രമേ ആവശ്യമുള്ളൂ. ബ്രോക്കർമാർ, കൺസൾട്ടൻസി, ഇപ്രകാരം വലിയ വലിയ സംരംഭങ്ങളിൽ ഇടപെടുന്നവർക്കൊക്കെ തന്നെ ധാരാളം കാശ് സമ്പാദിക്കുവാൻ ഏറ്റവും നല്ലതാണ്. പുതിയ ഉത്തരവാദിത്തങ്ങൾ, ദൗത്യങ്ങളൊക്കെ നിർവഹിച്ച് മുന്നോട്ട് നയിക്കുവാനുള്ള ഒരു ശേമുഷിയും കരുത്തും ഇവിടെ ബുധൻ പ്രദാനം ചെയ്യും. ഒരു സംശയവുമില്ല. തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുക, പിതൃകർമ്മങ്ങൾ ചെയ്യുക, ഇതിലൊക്കെ ധാരാളം ഗുണങ്ങൾ കൈവരുത്തുന്നതാണ്. വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യപ്പെടും മേടൻ രാശിക്കാർക്ക്. നന്ദി, നമസ്തേ.